എന്നിട്ട് നാട്ടിൽ നിന്ന് വന്നിട്ട് ഫസ്റ്റ് ഡേ അമ്മക്കുട്ടിക്ക് ഒരു ടിഫിൻ ബോക്സ് വാങ്ങിച്ചു. പിന്നെ എന്നിട്ട് വാങ്ങിച്ച സ്നാക്ക് ബോക്സ്, പിന്നെ കുറച്ച് ഗ്രോസറി പർച്ചേസ് ഉണ്ട്. ഗ്രോസറി ആയിട്ട് വാങ്ങിക്കാൻ വന്ന നമ്മളാ. അമ്മക്കുട്ടി എന്തൊക്കെ വാങ്ങിപ്പിക്കണേ, ബാഗ് വാങ്ങിക്കല്, പൗച്ച് വാങ്ങിക്കല്, 2 ടിഫിൻ ബോക്സ് വാങ്ങിക്കല്. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ നമുക്കൊരു കുട്ടീനെയും കിട്ടിയില്ല. കുട്ടി ഫ്രീ മേടിച്ചോണ്ട് കുട്ടി ഫ്രീ. കുട്ടി കൊറേ നാളുകളായി മിസ് ചെയ്യണു. കൊറേ നാളല്ല, ഒരു മാസമായിട്ട് മിസ് ചെയ്യണ ചായ. അവിടുത്തെ ഈ കടയിലത്തെ ചായ, കഫ്തീരിയലത്തെ ചായ സ്പെഷ്യൽ ചായയാണ്. അതുകൊണ്ട് മിസ് ചെയ്ത് ഷവർമയും അത് മേടിച്ച് കഴിക്കാന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മുടെ ആമിക്കുട്ടി സ്കൂളിലോട്ട് പോവാണ്. ആമിക്കുട്ടിക്ക് ഇന്നലെ എന്തൊക്കെയോ കുറെ സാധനങ്ങൾ വാങ്ങിച്ചു അല്ലേ? ടിഫിൻ ബോക്സാ, പിന്നെ എന്താണ് പൗച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. ഇപ്പൊ ആമിക്കുട്ടി പറയുന്നത് ആമിക്കുട്ടിയുടെ ഷുഗറിനില്ലേ, ആമിക്കുട്ടി വണ്ണം വെച്ചു. സ്കൂളിൽ പോയി വന്നപ്പോ സ്കൂളില് നാട്ടിൽ പോയി വന്നപ്പോ വണ്ണം വെച്ചു ആമിക്കുട്ടി. കാല് മാത്രം വണ്ണം വെച്ചിട്ടുള്ളൂ, കേറുന്നില്ല, മടങ്ങിട്ടിരിക്കുക. നമുക്ക് കേറ്റാം. അപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട്. അതെ, ഇനി പോവാം. ഇന്ന് എക്സാം അല്ലേ? ഏത് എക്സാം? മലയാളം പഠിച്ചിട്ടുണ്ടാ? പറഞ്ഞേ. വേഗം എന്നിട്ട് വേണം പോവാൻ. കുട്ടിയെ വായോ, പിടിക്കലൊക്കെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ആമിക്കുട്ടീനെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ എൻ്റെ വർക്കിനായിട്ട് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിട്ടാ. കുറച്ച് വർക്കുകൾ, മുന്നത്തെ വർക്കുകൾ കുറച്ച് ചെയ്ത് തീർക്കാണ്ട്, പിന്നെ കുറച്ച് പേയ്മെൻറ്റ് കളക്ട് ചെയ്യാനുണ്ട്. അങ്ങനെ ചില വർക്കുകളാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഫയറിൻ്റെ വർക്കുകളാണ്. ഫ്ലെയിം സെക്യൂർ എന്നൊരു കമ്പനിയാണ് ഞാൻ നടത്തുന്നത്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് വർക്കുകളാണ്. ഫയർ അലാം, ഫയർ ഫൈറ്റിംഗ്, ഫയർ എക്സ്റ്റിങ്ക്വിഷർ, അങ്ങനത്തെ സംബന്ധിച്ച വർക്കുകളാണ് ചെയ്യാനായിട്ടാ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്, ദുബായിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി വീട്ടിലേക്ക് പോകണം. കുറച്ച് കഴിയുമ്പോൾ അമ്മിക്കുട്ടീനെ സ്കൂളിൽ നിന്ന് എടുക്കണം. പിന്നെ എല്ലാം നോർമൽ ഡേയ്സ്, സാധാരണ നടക്കുന്ന ഓരോ കാര്യങ്ങൾ തന്നെ. അപ്പോൾ എന്തായാലും നാട്ടിൽ നിന്ന് വന്നുള്ള ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് റിക്കവർ ചെയ്ത് നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും വർക്കിലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉഷാറായി നിൽക്കണം. അമ്മിക്കുട്ടീനെ ഞാൻ സ്കൂളിൽ നിന്ന് എടുത്ത് വീട്ടിൽ വിട്ടുട്ടാ. അമ്മ പോലും ആമി സ്കൂള് കഴിഞ്ഞ് എത്തിയാ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? അടിപൊളിയായിരുന്നു. പുള്ളില് പുള്ളാവപ്പോ ഇന്ന് എന്തായിരുന്നു നമുക്ക് എക്സാം? മലയാളം അല്ലായിരുന്നേ? നാളെ എക്സാം ഇല്ല. ഇനി നമുക്ക് തേഴ്സ്ഡേ ഉള്ളു. അപ്പൊ ബാഗൊക്കെ എടുത്ത് വെച്ചോ, കുളിക്കാം, ഫുഡ് കഴിക്കാം. അങ്ങനെ നമ്മുടെ ആമിക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടല്ലേ അമ്മിയ? ഇന്ന് മലയാളം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? അച്ഛൻ ചോദിച്ചില്ലല്ലോ. അടിപൊളിയായിരുന്നു, നന്നായിരുന്നു അല്ലേ? ഇനി തേഴ്സ്ഡേ ഉള്ള എക്സാം അല്ലേ? എന്നിട്ട് ആമിക്കുട്ടി പുതിയ ഹെയർ സ്റ്റൈലാണോ? എന്ത് ഇവരുടെ എന്താ പറയാ, കാർട്ടൂണിലെ ഓരോ ക്യാരക്ടേഴ്സ് ആണ് ഈ കുട്ടി പറയുന്നത്. നമുക്കൊന്നും അറിയില്ല. ഇവരുടെ പ്രായത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഈ പറയുന്ന ആൾക്കാരുകളൊക്കെ അറിയുന്നുണ്ടായിരിക്കും. അപ്പൊ ഇന്ന് എന്ത് ഹെയർ സ്റ്റൈലാണ് ആമിക്കുട്ടി കെട്ടണത്? എല്ലാം പൊന്തിച്ചിട്ട് മെടയാ അല്ലേ? അപ്പോൾ ഓക്കെ, ഇത് മെടഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഹെയർ സ്റ്റൈൽ കാണാം. നിങ്ങൾ പറഞ്ഞോളൂ ആമിക്കുട്ടിയുടെ ഹെയർ സ്റ്റൈൽ ഇഷ്ടമായെന്നുള്ളത്. ഇനി നാളെ എക്സാം ഇല്ലല്ലോ, ഇനി തേഴ്സ്ഡേ ആണ് എക്സാം അല്ലേ? ഓക്കെ ഇനി ഓക്കെ. അപ്പോൾ നമുക്ക് ആമിക്കുട്ടിയുടെ മുടിയൊക്കെ മെടഞ്ഞ് കഴിഞ്ഞിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് ആമിക്കുട്ടി കുറച്ച് നേരം കളിക്കാൻ പോവും, പിന്നെ ഉറങ്ങും, നാളെ വീണ്ടും സ്കൂളിൽ പോവും. അങ്ങനെ നമ്മുടെ നോർമൽ ഡേയ്സ് ഇങ്ങനെ പോവാണ് അല്ലേ? അങ്ങനെ നമ്മുടെ ആമിക്കുട്ടി മുടിയൊക്കെ കെട്ടി റെഡി ആവുന്നുണ്ട്. ഒന്ന് തിരിഞ്ഞാമി. ഇതാണ് മാമിയുടെ മുടിയും മെടഞ്ഞിട്ടല്ലേ അല്ലേ ആമി? അപ്പൊ അമ്മ എന്താണ് വൈകിട്ടത്തെ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് അല്ലെ? കിച്ചണിലാണ്. അതിന്റെ ശബ്ദമൊക്കെ ഇങ്ങനെ ചെറുതായി ഇങ്ങനെ കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. പിന്നെ കുറച്ചു നേരം കളിക്കണ്ട, ഇന്ന് കുറച്ചു നേരം കളിക്കണം. പിന്നെ നമുക്ക് കിടന്നുറങ്ങണം. നാളെ വീണ്ടും സ്കൂളുണ്ട്. അപ്പൊ നമ്മൾ നോർമൽ ലൈഫ് ആയില്ല അങ്ങനെ. അമ്മേനൊന്ന് കാണിക്കണ്ടേ അവിടെ പോയിട്ട്?
നമുക്ക് അമ്മ എന്താ ചെയ്യുന്ന നോക്കാൻ കഴിച്ചിട്ടില്ല. അമ്മ എന്താ ചെയ്യുന്നത്? സാമ്പാർ സാമ്പാറാ? സാമ്പാറാ? ഉള്ളി സാമ്പാറാ? ഉള്ളി സാമ്പാർ. എന്റെ ഫേവറേറ്റ് ആട്ടാ. ബൈ ബൈ. നമുക്ക് എന്താ കടിക്കുന്നത്? സാമ്പാർ റെഡി ആയിട്ടില്ല അല്ലേ? സാമ്പാർ റെഡി ആയിട്ട് കാണട്ടെ. അങ്ങനെ നമ്മുടെ ആമിക്കുട്ടി കുറച്ച് ദിവസത്തെ ക്ലാസ് പോയ കാരണേ നമ്മുടെ ആമിക്കുട്ടിയുടെ ക്ലാസ്സിലത്തെ ഒരു കുട്ടിയുടെ നോട്ട്സ് വാങ്ങിച്ചിട്ട് അത് എഴുതിയെടുക്കാണ് അല്ലേ ആമിയെ? പഠിക്കണ നല്ല കുട്ടി ആമിക്കുട്ടി അല്ലേ? ഇത് നോക്കിയേ പഠിക്കണ എക്സാമിലൊക്കെ നല്ല മാർക്ക് വാങ്ങിക്കണേ. അപ്പൊ ഞങ്ങള് ഇതൊക്കെ എഴുതിയെടുക്കട്ടെ അല്ലേ? ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല ആമിയ, ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം അല്ലേ? നാളെ സ്കൂളിൽ പോകണത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ നിർത്തിയാലോ? ഒരു കുട്ടി വീഡിയോ ആയിരുന്നു കേട്ടാ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത്. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. മണ്ടിൽ വി ആർ സൈനിങ് ഓഫ്. ബൈ ബൈ. ബൈ.